ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിനെതിരെ പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. വികാരി ഫാദർ പോൾ തെക്കാനത്ത് ഉദ്ഘാടനം ചെയ്തു. ഫാദർ ഡെറിൻ അരിമ്പൂർ, ഫാദർ ഡിൻഡോ വല്ലച്ചിറക്കാരൻ, സിസ്റ്റർ ടിജി, സിസ്റ്റർ ജിത, സിസ്റ്റർ ജെസി, ജോമോൻ കാഞ്ഞിരത്തിങ്കൽ, അൽജോ പുളിക്കൻ, ഷാജു അങ്കമാലി, ജോബി വെണ്ണാട്ടുപറമ്പിൽ, ജയൻ തെക്കുംപുറം, ജോഷി പൊന്തോക്കൻ, ജോബി മധുരക്കറി എന്നിവർ പ്രസംഗിച്ചു. ഛത്തീസ്ഗഡിൽ ക്രൈസ്തവ സന്യാസിനികളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ വരന്തരപ്പള്ളി പള്ളിക്കുന്ന് അസംഷൻ ദേവാലയത്തിലെ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. പ്രതിഷേധ സംഗമത്തിൽ വികാരി ഫാദർ ജോർജ് എടക്കളത്തൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ജാക്സൺ തെക്കേക്കര, ഡീക്കൻ റൂണി പാണേക്കാടൻ, അസംഷൻ കോൺവെന്റ് മദർ സിസ്റ്റർ ജസ്മിൻ, കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ജോസ് പള്ളിപ്പുറത്തുകാരൻ, കൈക്കാരൻ ലിൻഡോ കൊമ്പൻ എന്നിവർ സന്നിഹിതരായിരുന്നു. പ്രതിഷേധ യോഗത്തിന് കത്തോലിക്ക കോൺഗ്രസ് ഇടവക പ്രസിഡന്റ് ജോസ് പള്ളിപ്പുറത്തുകാരൻ, സെക്രട്ടറി സിനീഷ് കരുവന്നൂക്കാരൻ, ട്രഷറർ ജിജു ആന്റണി തൊമ്മാന, വൈസ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ കൊളന്നൂർ, ജിൻസി ബിജു പാലത്തിങ്കൽ എന്നിവർ നേതൃത്വം നൽകി. ദുർഗ് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലെ ആശുപത്രി ജോലിക്ക് വേണ്ടി കൊണ്ടുപോകേണ്ട 2 പെൺകുട്ടികളെ സിസ്റ്റേഴ്സിനോടൊത്ത് കണ്ടു എന്നുള്ള പേരിലാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. മതിയായ തെളിവുകളോ നിയമപരമായ കാരണങ്ങളോ അറസ്റ്റിനില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. നിഗൂഢമായ ലക്ഷ്യമുണ്ട്. എങ്ങനെയാണ് ആ സിസ്റ്റേഴ്സ് ട്രെയിനിൽ വരുന്നതും ഈ കുട്ടികളെ അവരെ കൊണ്ടുപോകുന്നതൊക്കെ എങ്ങനെയാണ് എല്ലാവരും അറിഞ്ഞത്? എല്ലാം കരുതിക്കൊണ്ടിരിക്കുന്നത്. എവിടെയെല്ലാം സിസ്റ്റേഴ്സ് കാണുന്നുവോ അവരെ എവിടെ വെച്ചാണെങ്കിൽ അധിക്ഷേപിക്കുക എന്ന ഒരു രീതിയിലേക്ക് വടക്കേ ഇന്ത്യയിലൊക്കെ വളർന്നു കഴിഞ്ഞു. നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് മതപരിവർത്തനം, മനുഷ്യക്കടത്ത് എന്നീ കുറ്റങ്ങൾ ചുമത്തി അറസ്റ്റ് ചെയ്ത് തടങ്കലിലാക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യ എന്നുള്ള ജനാധിപത്യ രാജ്യത്ത് മതനിരപേക്ഷതയുള്ള, തുല്യതയുള്ള, മൗലിക അവകാശമുള്ള ഒരു രാജ്യത്ത് നടന്ന അനിഷ്ടകരമായ ഒരു സംഭവമാണിത്. ഒരുപക്ഷെ 16 ദിവസം കഴിഞ്ഞ 17 ദിവസം കഴിഞ്ഞ ഭാരതം അതിൻ്റെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനിരിക്കെ അതിൻ്റെ മാറ്റു കുറയ്ക്കുന്ന രീതിയിൽ അതിൻ്റെ ഭരണഘടനയുടെ അഖണ്ഡതയും അമൂല്യതയും എല്ലാം വളരെ ഉയർത്തിക്കാട്ടുന്ന നിലയ്ക്കുള്ള പ്രവർത്തനങ്ങളാണ് ഭാരതം ഭരിക്കുന്ന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നുള്ളത് വളരെ ശോചനീയമായ ഒരു കാര്യമാണ്. ആ വന്യജീവികൾക്ക് പോലും നമ്മുടെ രാജ്യത്ത് എവിടെ വേണമെങ്കിലും സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാനുള്ള അവകാശം നിയമം നൽകുന്നുണ്ട്. ആ ഒരു നിയമത്തിന്റെ ആനുകൂല്യം പോലും ഒരുപക്ഷെ മനുഷ്യനായി ജനിച്ചു എന്നതിന്റെ പേരിൽ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായി ഇന്നത്തെ പ്രതിഷേധ സദസ്സിൽ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ വികാരിയച്ഛനെ ആദ്യമായി നന്ദി പറയുന്നു. ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം ആരോപിച്ച് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിലെ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. പ്രതിഷേധ പ്രകടനത്തിൽ വികാരി ഫാദർ ജോസഫ് പൂവത്തുകാരൻ, സെന്റ് ജോസഫ് കോൺവെന്റ് മദർ സിസ്റ്റർ നിവേദ്യ, സിസ്റ്റർ റിജി എന്നിവർ സന്നിഹിതരായിരുന്നു. പ്രതിഷേധ പരിപാടികൾക്ക് സംഘടന പ്രസിഡന്റ് നിജോ ജോയ് കൊടകരക്കാരൻ, സെക്രട്ടറി ഷാജു പൊന്നാരി, ട്രഷറർ പോൾസൺ തേറാട്ടിൽ, കോർഡിനേറ്റർ ജോബിൻ സെക്കാടൻ എന്നിവർ നേതൃത്വം നൽകി. ഛത്തീസ്ഗഡിൽ 2 മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയിൽ പ്രതിഷേധം നടത്തി. വികാരി ഫാദർ ലാസർ താണിക്കൽ അധ്യക്ഷത വഹിച്ചു. ഫാദർ ലിൻസൺ അക്കരപ്പറമ്പിൽ, സിസ്റ്റർ മേരി അംബിക, സിസ്റ്റർ റോസ് ബാസ്റ്റ്യൻ, സെക്രട്ടറി സിജു മഞ്ഞളി, കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് AF ജോസ്, ഗബ്രിയേൽ ഐനിക്കൽ, കൈകാര്യന്മാരായ മെൽജിൻ വർഗീസ്, സിറിൽ മഞ്ഞളി, ജോയ് ചാലിപ്പാടൻ, CL ബിജു എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് പന്തം കൊളുത്തി പ്രതിഷേധവും നടത്തി. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ കിഴക്കേ കല്ലൂർ സെന്റ് റാഫേൽസ് പള്ളിയിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. യോഗത്തിൽ വികാരി ഫാദർ ജോയി കൊളന്നൂർ, ഫാദർ ജെയ്സൺ പുതുപ്പള്ളിൽ, ഫാദർ തോമസ് എടയാൽ, സിസ്റ്റർ മേബിൾ, റിക്സൺ കളപ്പുര, അഡ്വക്കേറ്റ് ബീന, ഗോഡ്വിൻ എന്നിവർ പ്രസംഗിച്ചു. ഈ സംഭവത്തെക്കുറിച്ച് ധാരാളം വായിക്കുകയും TV-യിലും അതുപോലുള്ള മാധ്യമങ്ങളിലൂടെ ഇതെല്ലാം കണ്ടെത്തുകയും ചെയ്തുകൊണ്ട് ഞാൻ പശ്ചാത്തലങ്ങളെ ഒന്നും നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കുന്നില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അതിൻ്റെ ആവശ്യമില്ല. എന്നെക്കാൾ കൂടുതൽ പക്ഷേ ഈ വിഷയം പഠിച്ചവര്, അറിഞ്ഞിട്ടുള്ളവര് ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ധാരാളം വായിച്ചു കേട്ടു, ധാരാളം പറഞ്ഞു കേട്ടു, ചർച്ചകൾ ടി വിയിലൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കണ്ടറിഞ്ഞു. അപ്പോൾ അതിൻ്റെയൊക്കെ മുമ്പിൽ നമ്മുടെയൊക്കെ ധാർമ്മികമായ രോഷം നമ്മൾ പ്രകടിപ്പിക്കുക മതിയാവും. അല്ലെങ്കിൽ വീണ്ടും ഇത് നമ്മുടെ തലയിലോട്ട് പിടഞ്ഞു കയറി വരാൻ ഒരുപാട് ആളുകളൊക്കെ ഉണ്ടാവാം. ഇതൊരു ലൈസൻസ് ആയിട്ട് എടുക്കാൻ ആളുകളുണ്ടാവാം. അതിൽ നമ്മൾ സമ്മതിക്കില്ല എന്ന് പറയുമ്പോഴും എന്താണ് ഈ സമ്മതിക്കില്ല എന്ന് പറയുന്നതിൻ്റെ പിറകിലുള്ള വികാരം എന്ന് നമ്മൾ അന്വേഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ പശ്ചാത്തലം തന്നെ